കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗം തുടങ്ങി. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പങ്കെടുക്കുന്നു. യോഗത്തിന് മുൻപ് വിജയിയുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ഇ ആർ രാഗേഷ് ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. ഇ ആർ രാഗേഷ്, എന്തായാലും മണ്ഡല പുനർനിർണയം അടക്കം വളരെ നിർണായകമായ വിഷയങ്ങൾ ഈ യോഗത്തിലും ചർച്ചയാകുന്നുണ്ട്. അതെ രുചീഷ്, 31ാമത് ദക്ഷിണേന്ത്യൻ സോണൽ യോഗമാണ് ഇപ്പോൾ ഏതായാലും മാമല്ലപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് തമിഴ്നാടാണ്. ഇതിനു മുമ്പ് 2022 കേരളത്തിലാണ് യോഗം നടന്നത്. തിരുവനന്തപുരത്താണ് അന്ന് ആ യോഗം നടക്കുകയും ചെയ്തത്. ഏതായാലും ഇത്തവണ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തമിഴ്നാടും ഒപ്പം തന്നെ കർണാടകയും എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാവേരി വലിയ വിഷയമായി തന്നെ അവിടെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കാവേരി ജലം പങ്കിടുന്നതിലൊക്കെ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഏതായാലും ട്രിബ്യൂണലിൻ്റെ ഒക്കെ തന്നെ ഉത്തരവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ കർണാടകയിൽ പ്രത്യേകിച്ച് മാണ്ഡ്യ മൈസൂരു മേഖലയിലൊക്കെ തന്നെ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ യോഗം നടക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട് മറ്റു പല വിഷയങ്ങൾ കൂടി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. നദീ സംയോജനം എന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാട് ഉന്നയിക്കുന്നതാണ്. പ്രത്യേകിച്ച് കാവേരി നദിയെ ഗോദാവരിയുമായി ബന്ധിപ്പിക്കണം, ലിങ്ക് ചെയ്യണം എന്നൊരു ആവശ്യം ഏറെ നാളായി തമിഴ്നാട് ഉന്നയിക്കുന്നതാണ്. അക്കാര്യം ഇത്തവണ ഏതായാലും വിജയ് വീണ്ടും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നീറ്റ് പരീക്ഷാ വിവാദം വലിയ തോതിൽ ചർച്ചയായി നിൽക്കുന്ന ഘട്ടമാണ്. തമിഴ്നാട് നിയമസഭ അടക്കം പലതവണ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. നീറ്റ് തന്നെ റദ്ദാക്കണം എന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. അക്കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ 2014 ആന്ധ്ര വിഭജിച്ചുകൊണ്ട് തെലങ്കാന എന്ന് പറയുന്ന പുതിയ സംസ്ഥാനം രൂപീകരിച്ചത്. 12 വർഷമായെങ്കിൽ പോലും പ്രകൃതി വിഭവങ്ങൾ പ്രത്യേകിച്ച് നദീജലം അടക്കം പങ്കിടുന്ന കാര്യത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ തോതിൽ കൃഷ്ണനദിയിലെയൊക്കെ തന്നെ ജലം പങ്കിടുന്ന കാര്യത്തിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആ വിഷയങ്ങളൊക്കെ തന്നെ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രേവന്ത് റെഡ്ഡി ഒഴികെ ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരും ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രേവന്ത് റെഡ്ഡി ഏതായാലും യോഗത്തിന് എത്തിയിട്ടില്ല. പകരം ഉപമുഖ്യമന്ത്രിയാണ് തെലങ്കാനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതായാലും യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. രുചീഷ്.